പിന്നെ വലിയൊരു കൺവെൻഷൻ സെൻറ്റർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആദ്യം തന്നെ ഞാൻ ചോദിക്കുന്നു, ഇതിന് എത്ര ഇതിൻ്റെ വാടക റെൻ്റ് എത്ര ആവും എന്നുള്ളതൊന്ന് ഗസ് ചെയ്യട്ടോ. അതിന് മുന്നേ അത് ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ഒരു ഗ്രാമപ്രദേശത്ത് ഒരു വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു കൺവെൻഷൻ സെൻറ്റർ ഒരുക്കിയ പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ മാധവൻ സാർ, വാരിയർ ഫൗണ്ടേഷനിലെ ചെയർമാൻ. നമ്മുടെ നേരത്തെ ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടു. എല്ലാവരും ഹാപ്പിയാണ് സാർ. നിങ്ങളുടെ അനുഗ്രഹം. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരാളാണ് അനിയൻ പി ജോൺ. ഓക്കെ, നമുക്ക് സംസാരിക്കാം. സാറേ, അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലെ കോലഞ്ചേരി മഴുവന്നൂരാണ്. വാരിയർ ഫൗണ്ടേഷൻ കൈവല്യ അല്ലേ? വാരിയർ ഫൗണ്ടേഷൻ ഇവന്റ് സെന്റർ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ എന്തെങ്ങനെ ആളുകൾക്ക് ഇങ്ങനെ കുറഞ്ഞ പണത്തിന് രൂപയ്ക്ക് അല്ലേ? സാറൊന്ന് സംസാരിക്കൂ, എന്താണ് ഉദ്ദേശിച്ചത്? അല്ല, WF കൈവല്യ ഇവന്റ് സെൻറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ആൾക്കാരുടെ പലതരത്തിലുള്ള ആശയങ്ങളും വിവാഹങ്ങളും മറ്റേതൊക്കെ നടത്തുന്നതിന് വേണ്ടി വലിയൊരു സ്റ്റേജ് ഉണ്ടാക്കുക. അപ്പോൾ വിനു പ്രതാപിൻ്റെ ആയിരുന്നു ആദ്യത്തെ ഇവിടുത്തെ വലിയ ഫംഗ്ഷൻ അല്ലേ? വിനു പ്രതാപ് അല്ലേ? വിധു പ്രതാപിൻ്റെ ആയിരുന്നു. ഏതാണ്ട് 5000-ലധികം ആൾക്കാരാണ് ഇനോഗ്രൽ ഫംഗ്ഷൻ വന്നത്. അപ്പോൾ പുറത്തൊരു സ്റ്റേജൊക്കെ കിട്ടി. ഇവിടെ 5000 പേർക്ക്, കാരണം 5000 അല്ല 10000 പേര് വന്നു കഴിഞ്ഞാലും പ്രത്യേക സൗകര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഒരു 500 കാറുകൾ വന്ന് പാർക്ക് ചെയ്യാൻ സൗകര്യങ്ങളുണ്ട്. പിന്നെ 3 റോഡുകൾ 3-4 ഇതിക്കുന്ന നമുക്ക് ഇവിടെ എൻട്രൻസ് ഉണ്ട്, നല്ല ആക്സസ് ഉണ്ട്. ഇതിൽ ഏറ്റവും വലിയൊരു അത്ഭുതം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ റോഡുകൾ ചെറുതായിരുന്നെങ്കിലും ഇപ്പോൾ മാഷയുടെയൊക്കെ കഠിനാധ്വാനം കൊണ്ട് മുമ്പുണ്ടായിരുന്ന വീടുകൾ ഇപ്പോൾ എത്ര റോഡ് എന്താ ഇപ്പോൾ വീതി എത്രയായി? 10 മീറ്ററിൽ 30 അടി വീതിയുള്ള റോഡുകളാവുകയാണ്. മുമ്പ് 10 അടി അല്ലെങ്കിൽ 15 അടി വീതിയുള്ള റോഡുകൾ 30 അടിയായിട്ട് മാറുന്നു. നാട്ടുകാരുടെ സഹകരണം അവരെ പ്രത്യേകിച്ച് സല്യൂട്ട് ചെയ്യുന്നു. സ്വന്തം സ്ഥലം വിട്ടുകൊടുത്ത് സ്വന്തം മതിലുകളൊക്കെ പൊളിച്ചു മാറ്റി അങ്ങനെയുള്ള പരിപാടികളും ഇവിടെ നടക്കുന്നു. അതോടൊപ്പം പിന്നെ അവിടെ ഒരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട് അല്ലേ? അതെ, ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. ഒരു ഓപ്പൺ, ഞാൻ കണ്ട സാധനങ്ങളാട്ടാ മാഷ്, ഓപ്പൺ സ്റ്റേജ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ അകത്ത് എത്ര പേരാ മാഷ് പറഞ്ഞത്? 2500 പേർക്ക്. വളരെ കുറഞ്ഞ ആൾക്കാർക്ക് അല്ലേ? 2500 ആളുകൾക്ക് അല്ലേ ഒരുമിച്ച് പ്രോഗ്രാം നടത്താന്നുള്ളതാണ് അല്ലേ? അടിപൊളിയായി. അതിന്റെ 2 വശങ്ങളിലും ഭക്ഷണം കൊടുക്കാനും മറ്റേനായിട്ട് 2 വശങ്ങളായിട്ട് വേറെയുണ്ട്. ഓപ്പൺ ഹോൾ ആയിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഇതിന് റെന്റ് എങ്ങനെ വരുന്നു എന്റെ പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു? റെന്റ് 30,000 രൂപ മാത്രമാണ് ഇപ്പോൾ നമ്മൾ 30,000 രൂപക്ക്. ഈ 1 ലക്ഷം 1.25 1.5 ഉള്ള സമയത്ത് 30,000 രൂപ മതിയല്ലേ? അതൊക്കെ സാറ് പറഞ്ഞു അങ്ങനെയാണ് നാട്ടുകാർക്ക് അതാ വേണ്ടത്. ഇപ്പം 2 സൈഡുകളിലുള്ള ചെറിയ പരിപാടികളൊക്കെ ആണെങ്കിൽ 5000 രൂപ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് കുറഞ്ഞ ചെലവിൽ. അതോടൊപ്പം ബാക്കിലും ചെറിയൊരു ഹാളുണ്ട്, അതും 5000 രൂപ. അതെ, ഇനിയിപ്പോൾ നിർത്തുന്നവരായിരുന്നെങ്കിൽ അതിനെ സംബന്ധിച്ച് റിഡക്ഷനും കൊടുത്തുകൊണ്ടാണ്. കുട്ടികൾക്കുള്ള പാർക്ക് തന്നെ വളരെ മനോഹരമാണ്. അതുപോലെ ഇതിന്റെ ആംബിയൻസ്, ഈ ചെറിയൊരു മല പോലെ കിടന്ന സംഗതിയെ ഒട്ടും പിന്നെ മണ്ണ് മാറ്റാതെ തന്നെ ഉള്ള ഇതിൽ നമ്മൾ ക്ലിയർ ചെയ്തെടുത്തതാണ്. അപ്പോൾ ലാൻഡ്സ്കേപ്പ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്ത ഒരു വലിയ ഒരു ഓഡിറ്റോറിയം. കേരളത്തിൽ ഇത്രയും വലിയ ഓഡിറ്റോറിയം ഉണ്ടോയെന്ന് എനിക്ക് സംശയമാണ്. 25,000 സ്ക്വയർ ഫീറ്റാണ്, 27,000 സ്ക്വയർ ഫീറ്റാണ് ടോട്ടൽ ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത്. നമുക്ക് ഉപയുക്തമായിട്ടുള്ള 25,000-ഓളം സ്ക്വയർ ഫീറ്റ് തന്നെയുണ്ട്. അപ്പോൾ മെയിൻ ഹാള്, 2 സൈഡിലും ഓരോ ഹാളുകൾ, ബാക്കിലൊരു ഹാള്, അതോടൊപ്പം അപ്പം ഓപ്പൺ സ്റ്റേജ്. പുറത്തും നമുക്ക് സ്റ്റേജ് ചെയ്യാവുന്ന, ഉദ്ഘാടനത്തിൻ്റെ പുറത്ത് ചെയ്തതാണ്. നമുക്ക് അഡീഷണൽ ആയിട്ട് ചെയ്യാൻ കഴിയുന്ന വിധങ്ങളായ സ്റ്റേജുകളും സൗകര്യങ്ങളും നമുക്ക് ഒരുക്കുന്ന, അകത്തും പരിപാടി നടത്താൻ പുറത്തും സൗകര്യം ചെയ്യുന്നതാണല്ലേ. ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിൽ വളരെ ചീപ്പായിട്ട്, അതാണ് എനിക്ക് പറയാൻ പറ്റുന്ന സാധനം, വളരെ കുറഞ്ഞ റേറ്റിൽ ഇത്രയും വലിയൊരു ഹാള്, ഓഡിറ്റോറിയം, കൺവെൻഷൻ സെൻറ്റർ, അത് മാധവൻ സാറുടെ ഒരു വലിയ മനസ്സ് തന്നെയാണ്. ഏതായാലും സന്തോഷം അല്ലേ? നമ്മൾ അകത്തിന്റെ ചെറിയ വിഷയമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കല്ലേ സാറേ? അവിടെ ഒന്ന് കാണിച്ചു കൊടുക്കാം. തീർച്ചയായിട്ടും. അപ്പൊ ഇതിനകത്താണ് നമ്മളത് അല്ലേ? അല്ലേ, പറഞ്ഞ കറക്റ്റാണ് കേട്ടോ. ഇത്ര ഏരിയ, ഒരുപാട് ഏരിയ. അതിന് മുന്നേ ഷാഫി സാറുണ്ട്. ഹൈ, എന്തെങ്കിലും ഇവിടെ വന്നോ? മാധവേട്ടന്റെ വലം കൈകളാണ്. പിന്നെ പേരെന്തേലും വില്യംസ് ഇവിടെ നോക്കുന്നത് അല്ലേ? നമ്മുടെ സ്പോർട്സ് അക്കാഡമി. ഈ ഹാളും വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതും വേണ്ട അഡ്ജസ്റ്റബിൾ റേറ്റിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇങ്ങനെ ഒരു സൗകര്യം കൂടെ ഉണ്ട് അല്ലേ? അതൊരു പുതിയ സൗകര്യമാണ്. ഈ സൗകര്യം ഉപയോഗിക്കാൻ വേണമെങ്കിൽ ഇത് ഫുള്ളായിട്ട് എയർ കണ്ടീഷൻഡ് ആയിരിക്കും. അപ്പോൾ ചെറിയ ഫംഗ്ഷനൊക്കെ ആയിട്ടുള്ള പരിപാടി നടത്താൻ പറ്റും. അപ്പോൾ ഷാഫ് മാഷേ, ഇതാണ് ആ 5000 അല്ലേ? ഇതാണ് 5000. അതെ, ഈ ഏരിയ. അതേപോലെ തന്നെ മൊത്തം ആ പാർക്ക് ഉപയോഗിക്കാം, പാർക്കിംഗ് ഉപയോഗിക്കാം. ഇത് 5000 രൂപക്ക് സാധാരണക്കാർക്ക്. അടിപൊളി. അത് നല്ല ഇതായിട്ടാ, ഉഷാറായി. എല്ലാവരും കൺസിഡർ ചെയ്യുന്നുണ്ട്. എല്ലാവരും വരട്ടെ അല്ലേ?
ഇവിടെ എന്തൊക്കെ പരിപാടികൾ ഇപ്പോൾ എന്തൊക്കെ നടന്നതെന്ന് കല്യാണ പരിപാടികൾ, ബർത്ത്ഡേ ഫംഗ്ഷൻസ്, മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ മറ്റു അവരുടെ ആളുകളുടെ പ്രയർ മീറ്റിങ്ങുകൾ പോലെയുള്ള മീറ്റിങ്ങുകൾ എന്ത് പരിപാടിക്കും നമുക്ക് കൊടുക്കാം. എല്ലാ സൗകര്യങ്ങളും കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് സാറേ. അപ്പോൾ നമ്മൾ വീഡിയോ ലെങ്ത് കൂട്ടുന്നില്ല. അപ്പോൾ ഏതായാലും എറണാകുളം സാറ് ലൊക്കേഷനൊക്കെ ഒന്നുകൂടെ പറഞ്ഞോളൂ. ഇവിടെ ഒന്ന് എറണാകുളം ജില്ലയിലെ കോലഞ്ചേരിക്കടുത്ത മഴുവന്നൂരാണ്. മഴുവന്നൂർ എന്ന് ശരിക്കും പ്രശാന്തസുന്ദരമായിട്ടുള്ള നല്ലൊരു കൊച്ചു ഗ്രാമമാണ്. അവിടെ ഇത്രയും വലിയൊരു സൗകര്യത്തിൽ ഇങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞാൽ സാധാരണ ആളുകൾ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ടാണ് ഈ ചെയ്യില്ല. ശരിക്കും റിമോട്ട് ഏരിയ എന്ന് പറയാവുന്ന ഒരു സൗകര്യമാണ്. പക്ഷേ ഇപ്പോൾ ആളുകൾ തേടി എത്തി തുടങ്ങി. കാരണം ഇതിൻ്റെ ആംബിയൻസ് വളരെ മനോഹരമായിട്ട് ഫോട്ടോഗ്രാഫേഴ്സും ബാക്കി ആളുകൾക്കും കുട്ടികൾക്കാണെങ്കിൽ പാർക്കുകൾ, അതോടൊപ്പം രൂപങ്ങൾ, ആനയുടെ മറ്റു വിവിധങ്ങളായിട്ടുള്ള രൂപങ്ങളടക്കമുള്ള വിവിധങ്ങളായ സൗകര്യങ്ങൾ ഒരുക്കിയതുകൊണ്ട് ആ പാർക്കിംഗ് അടക്കം ഏറ്റവും മനോഹരമായിട്ടുള്ള ഇത്രയും ഏരിയ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു മഹത്തായ ഒരു പ്രവർത്തനം തന്നെയാണ്. ആളുകളെ പ്രത്യേകിച്ച് ഈ നാട്ടിലൊക്കെ ശരിക്കും ആളുകൾ ചെറിയ ഫംഗ്ഷൻസ് ആണെങ്കിലും വലിയ ഫംഗ്ഷൻസ് ആണെങ്കിലും ഇപ്പോൾ വീടുകളിൽ വെച്ച് നടത്തുന്ന പരിപാടിയില്ല. അപ്പോൾ എല്ലാം ഹാളുകളെ ആശ്രയിക്കുന്ന സാഹചര്യത്തിൽ എല്ലാവർക്കും വലിയ സൗകര്യങ്ങൾ ഒരുക്കുന്ന ഏറ്റവും നല്ല ഗ്രാമത്തിലെ ഏറ്റവും വലിയൊരു പ്രസ്ഥാനം. അതിൽ മാധവ് സാറിനെ പോലുള്ള ആളുകൾക്ക് ഇത് കഴിയും. താങ്ക് യു. എന്താ സാറേ, നിലവിൽ മാഷ് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഗ്രാമ അന്തരീക്ഷത്തിൽ ഇത്രയും വലിയ സൗകര്യം കൊടുക്കുക, അതും ഈ രീതിയിൽ റിഡക്ഷൻ റേറ്റിൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. സാറേ വീഡിയോ അവസാനിപ്പിക്കാം. അതെ, ഓക്കെ. അപ്പോൾ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്തോളൂ, എല്ലാവർക്കും ഉപകാരം വരട്ടെ. അതിനാണ് നമ്മൾ ഷെയർ ചെയ്യാൻ പറയുന്നത്. അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ. മാധവേട്ട ഇനിയും ഇത്തരത്തിലുള്ള ഒരുപാട് സംവിധാനങ്ങൾ മുന്നോട്ട് വരട്ടെ, അല്ലേ? ജനങ്ങൾക്ക് ഒരു ഉപകാരപ്രദമാവട്ടെ. ഇവിടെ അടുത്ത ആശ്രിത മന്ദിരങ്ങളും ഉണ്ട് പറഞ്ഞ പോലെ. നമുക്ക് കാണിക്കണം സാറേ, ഒന്ന് കണ്ടൂടെ? സമയം തീർച്ചയായിട്ടും.